സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ലഹരി വേട്ട. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ലഹരി വസ്തുക്കളുമായി യുവാവ് പിടിയിലായി. കോഴിക്കോട് രാമനാട്ടുകരയിൽ MDMA-യുമായി 6 യുവാക്കളാണ് പിടിയിലായത്. എക്സൈസ് സംഘം നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിലാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ലഹരി വസ്തുക്കളുമായി യുവാവ് പിടിയിലായത്. 32 ഗ്രാം MDMA-യും 18 ഗ്രാം കഞ്ചാവുമാണ് 24-കാരനായ കല്ലിയൂർ സ്വദേശി പ്രവീണിൽ നിന്നും നെയ്യാറ്റിൻകര എക്സൈസ് റേഞ്ച് സംഘം പിടികൂടിയത്. ഇന്ന് പുലർച്ചെയോടെ പ്രവീൺ തന്റെ സ്കൂട്ടറിൽ കടത്താൻ ശ്രമിച്ച ലഹരി വസ്തുക്കൾക്ക് വിപണിയിൽ 2 ലക്ഷം രൂപ വരെ വില വരുമെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. കോഴിക്കോട് രാമനാട്ടുകരയിലും രാസലഹരി എത്തിച്ച 6 യുവാക്കളെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി. 22 ഗ്രാം MDMA-യാണ് ഡാൻസ് ഓഫ് സംഘം ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫറോക്ക് പോലീസും ഡാൻസ് ഓഫ് സംഘവും രാമനാട്ടുകരയിലുള്ള സ്വകാര്യ ലോഡ്ജിൽ വെച്ച് ഇവരെ പിടികൂടിയത്. പിടിച്ചെടുത്ത ലഹരി എത്തിച്ചത് സ്കൂൾ അവധിക്കാലം ലക്ഷ്യമാക്കിയാണ് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി വസ്തുക്കൾ ചെറിയ പാക്കറ്റുകളാക്കി യുവാക്കൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതാണ് പ്രതികളുടെ രീതി. പിടിയിലായ 6 പേരിൽ 2 പേർ ലഹരി കേസിൽ 6 മാസം ജയിലിൽ കിടന്ന് ജാമ്യത്തിലിറങ്ങിയവരാണെന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.